Okay, so today we will be starting with module 4 of this network functions. Okay, so ഈ ചാപ്റ്ററിൽ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് what are the various different types of network functions, two port networks, and what are the different types of parameters, interrelation between parameters. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അത് നോക്കാം. What do you mean by network functions? Okay, so basically functions എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് ഈ വേർഡ് ഫങ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ബേസിക്കലി നെറ്റ്വർക്ക് ഫങ്ഷൻസ് ആർ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഇൻ എസ് ഡൊമെയിൻ ഓർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ലാപ്ലാസ് ഡൊമെയിൻ. ഓക്കെ, ബേസിക്കലി നമ്മുടെ നെറ്റ്വർക്ക് ഫങ്ഷൻസ് അതൊരു ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമുക്ക് ആ എക്സ്പ്രഷനിൽ നിന്ന് നമുക്കൊരു നെറ്റ്വർക്കിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യാം. So basically നമ്മുടെ നെറ്റ്വർക്ക് ഫങ്ഷൻസിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ എസ് ഡൊമെയിൻ ഓർ ലാപ്ലാസ് ഡൊമെയിൻ. ഓക്കെ, ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താ, എസ് മീൻസ് ദി ഫ്രീക്വൻസി. ഓക്കെ, നമ്മളെപ്പോഴും ടൈം ഡൊമെയിനിലുള്ള സാധനങ്ങളെല്ലാം കൺവേർട്ട് ചെയ്ത് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് തരുവാണെങ്കിൽ അതിന് നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മളെ റെസിസ്റ്റർ റെസിസ്റ്റർ ഇസ് നോട്ട് ഡിപ്പെൻഡഡ് ഓൺ ഫ്രീക്വൻസി. സോ റെസിസ്റ്ററിന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇൻഡക്ടേഴ്സ് അല്ലെങ്കിൽ കപ്പാസിറ്റേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിനെ എപ്പോഴും ലാപ്ലാസ് ഡൊമെയിനിലേക്ക് മാറ്റണം. ഓക്കെ, സോ ബേസിക്കലി നെറ്റ്വർക്ക് ഫങ്ഷൻസ് ഷോ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ബേസിക്കലി നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഫങ്ഷൻസിനെ പറ്റി പഠിക്കണം. ദാറ്റ് ഇസ് ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് ആൻഡ് ട്രാൻസ്ഫർ ഫങ്ഷൻസ്. ഓക്കെ, so first of all driving point function ഉണ്ടെങ്കിൽ at a particular point. ഓക്കെ, ആ ഒരു പോയിന്റിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, അതിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് എന്ന് പറയുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് ടു ടൈപ്സ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ഫങ്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫങ്ഷൻ ആൻഡ് ഡ്രൈവിംഗ് പോയിന്റ് അഡ്മിറ്റൻസ് ഫങ്ഷൻ. ഓക്കെ, ഇനി ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇംപിഡൻസ് മീൻസ് റെസിസ്റ്റൻസ് ഇറ്റ്സെൽഫ് അല്ലേ. നമ്മൾ എ സി സർക്യൂട്ട്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഇംപിഡൻസിനെ ഏത് ലെറ്റർ വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക, ഇസഡ് വെച്ചിട്ടല്ലേ. ഓക്കെ, സോ ഞാൻ ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ വെൻ ഐ സേ, സോ ഹൗ വിൽ യു റെപ്രസെന്റ് ഇസഡ് ഓഫ് എസ്. ഓക്കെ, ഇസഡ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ഫംഗ്ഷൻ ഇൻ ദി എസ് ഡൊമെയിൻ അല്ലെങ്കിൽ ലാപ്ലാസ് ഡൊമെയിൻ ഇസ് ഈക്വൽ ടു വി ഓഫ് എസ് അപ്പോൺ ഐ ഓഫ് എസ്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ലൈക്ക് നമുക്കറിയാം ഓംസ് ലോ നമ്മൾ എഴുതത്തില്ലേ, വി ഇസ് ഈക്വൽ ടു ഐ ആർ, സോ ആർ ഇസ് ഈക്വൽ ടു വാട്ട്, വി ബൈ ഐ. അതുപോലെ തന്നെ ഇംപിഡൻസ് ഇസ് ബേസിക്കലി റെസിസ്റ്റൻസ് ഇറ്റ്സെൽഫ്. സോ ആ ഒരു ഫോർമാറ്റിൽ തന്നെ വി ക്യാൻ റൈറ്റ് ഇസഡ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വി ഓഫ് എസ് അപ്പോൺ ഐ ഓഫ് എസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരുന്നു, ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് വി നോ ഇറ്റ് ഇസ് ഓംസ്. സോ സിമിലർലി ദ യൂണിറ്റ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ഇസഡ് ഓഫ് എസ് ഓൾസോ വിൽ ബി വാട്ട്, it will be also ohms. Okay, so that was it. Now the second type is driving point admittance function. Okay, ഒന്ന് impedance ആണ്. impedance എന്ന് പറഞ്ഞാൽ എന്താ, we are stopping it. admittance is the reciprocal of driving point impedance function. ഒന്നിനെ നമ്മൾ തടയുകയാണെങ്കിൽ ഒന്നിനെ നമ്മൾ പറഞ്ഞു വിടുകയാണ്. Okay, so admittance is represented by y. Okay, y of s means admittance in the s domain or Laplace domain. Impedance in the formula z of s is equal to v of s upon I of s ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, I of s upon v of s. Okay, നേരെ തിരിച്ചിടുക. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താ, നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണെങ്കിൽ അഡ്മിറ്റൻസിന്റെ യൂണിറ്റ് മോ ആണ്, n h o മോ. ഈ ഒരു ഓമിനെ പിടിച്ച് നമ്മളിങ്ങനെ തലയിരിച്ചിടുക. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആർ ട്രാൻസ്ഫർ ഫങ്ഷൻസ്. ട്രാൻസ്ഫർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പോയിന്റിൽ നിന്ന് നമ്മൾ മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻസിനെയാണ് ട്രാൻസ്ഫർ ഫങ്ഷൻസ് എന്ന് പറയാം. സോ ബേസിക്കലി നമുക്ക് 4 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫങ്ഷൻ. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എവിടെ കിട്ടുന്നു, ആ ഒരു റിലേഷനെയാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ. ഓക്കെ, വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ജി. സോ G12. ഓക്കെ, G12 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫോർമുല ഇസ് V2 upon V1. അതുപോലെ തന്നെ G21 എന്ന് പറഞ്ഞാൽ എന്താ, V1 upon V2 ആണ്. ഓക്കെ,
ഈ ഒരു ഫോർമുല എങ്ങനെ എഴുതണേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. എപ്പോഴും നമ്മൾ സെക്കൻഡ് എഴുതുന്ന സംഭവം ഇല്ലേ, അത് ന്യൂമറേറ്ററിൽ വരണം. ഫസ്റ്റ് എഴുതുന്ന സംഭവം ഡിനോമിനേറ്ററിൽ വരണം. ഓക്കെ, ബേസിക്കലി ഇവിടെ നമ്മൾ വോൾട്ടേജിനെ ഒരു പോയിന്റ് ചെയ്യുന്നത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റിലേഷൻ ആണ് എഴുതുന്നത്. സോ G12 is equal to V2 upon V1. സിമിലർലി G21 is equal to, ഇവിടെ സെക്കൻഡ് കിടക്കുന്നത് എന്താണ്, 1 ആണ്. സോ V1 upon V2. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് കറന്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, കറന്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് റെപ്രസെന്റഡ് ബൈ ആൽഫ. സോ ഇവിടെ നമ്മൾ ആൽഫ 1 2, ഈ 1ഉം 2 എന്നൊക്കെ പറയുന്ന സംഭവം എന്താ, ബേസിക്കലി ഇതിന്റെ പോർട്സ് എന്ന് നമ്മൾ പറയും. 2 പോർട്ട് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് 2 പോർട്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻപുട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് ഗ്യാദർ ചെയ്യാം. സിമിലർലി നമുക്ക് ഈ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇൻപുട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കാം. സോ ദർ ആർ 2 പോർട്സ്. അതിനെയാണ് ഈ 1 ഇവിടെ 2 1 എന്നൊക്കെ കണ്ടില്ല, ആ പോർട്സിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ സിമിലർലി ആൽഫ 1 2 എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും സെക്കൻഡ് എഴുതുന്ന സാധനത്തിന് ഞാൻ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ എഴുതണമെന്ന് പറഞ്ഞു. സോ കറന്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, കറന്റ് ആയിരിക്കും. ഓക്കെ, സോ ആൽഫ 1 2 is equal to I2 upon I1, സെക്കൻഡ് ബൈ ഫസ്റ്റ്. സിമിലർലി ആൽഫ 21 എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ 21 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് I1 upon I2, സെക്കൻഡ് upon ഫസ്റ്റ്. ഓക്കെ, ഇംപിഡൻസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇംപിഡൻസ് നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് just like your resistance, it's V upon I. So Z12 is equal to second by first, V2 by I1. Z21 is equal to V1 by I2. ഇവിടെ second upon first. Okay, now the last one is admittance transfer function. Admittance നമ്മൾ represent ചെയ്യുന്നത് Y12 വെച്ചിട്ടാണ്. So similarly admittance reciprocal of impedance ആണ്. So Y12 is equal to I2 by V1 and Y21 is equal to I1 by V2. So this was a driving point functions and transfer functions. Okay, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇൻ ദി ഗിവൺ നെറ്റ്വർക്ക് ഫൈൻഡ് ദി ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ ഇതിന് ഷോർട്ട് ആക്കി എഴുതിയേ ഉള്ളൂ, മൊത്തം എഴുതാണ്ടിരിക്കാൻ വേണ്ടി മനസ്സിലായി. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് ഡ്രൈവിംഗ് പോയിന്റ് ഇംപിഡൻസ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മുടെ ലാപ്ലാസ് ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നോട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഇൻഡക്ടറും കപ്പാസിറ്റൻസും ഇതിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇത് നമ്മുടെ എസ് ഡൊമെയിനിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ ചേഞ്ച് ചെയ്തിട്ടില്ലല്ലോ, ഓൾറെഡി ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഓക്കെയാണ്. ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെപ്പോഴും ചേഞ്ച് ചെയ്യുക. ഓക്കെ, റെസിസ്റ്റൻസ് ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ഫ്രീക്വൻസി. അപ്പോൾ റെസിസ്റ്റൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഇസ് അൺചേഞ്ച്ഡ്. ബാക്കിയുള്ളതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണേ നോക്കിക്കേ. നമ്മുടെ കപ്പാസിറ്റൻസ് എന്താണോ തന്നിട്ടുള്ളത് ലാപ്ലാസിലേക്ക് മാറ്റാൻ വേണ്ടി 1/CS ചെയ്യുക. ഇപ്പൊ ഇവിടെ വെറും C എന്നല്ല തന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ സിക്ക് പകരം വല്ല 2 ആയിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, 1/2S. ഓക്കെ, സോ C will change to 1/CS and L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇൻഡക്റ്റൻസ് will be changing to LS. ഓക്കെ, എപ്പോഴും കപ്പാസിറ്റൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാം, കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് യു ഷുഡ് ഡു ദ ഒരു ഫ്രാക്ഷൻ പോലെ വരും. എൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലീനിയർലി L into S, ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ എല്ലിന് പകരം ഒരു 3 ആയിരുന്നെങ്കിൽ ഇതെങ്ങനെ എഴുതിയേനെ, 3S എന്ന് വന്നേനെ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സർക്യൂട്ടിന് റീഡ്രോ ചെയ്യണം. എന്ത് ഫോർമാറ്റിലേക്ക്, ലാപ്ലാസ് ഫോർമാറ്റിലേക്ക് റീഡ്രോ ചെയ്യുക. സോ റീഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ കപ്പാസിറ്റൻസ് വരും, റെസിസ്റ്റൻസ് ഇവിടെ ആൻഡ് ആൻ ഇൻഡക്ടർ. Okay, this will become 1/CS. Okay, this will become LS and this will remain as R. Okay, നമ്മൾ റീഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ സാധാരണ ഒരു സർക്യൂട്ടിനെ എങ്ങനെ സോൾവ് ചെയ്യുക, സീരീസ് പാരലൽ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ ഇതിനെ ജസ്റ്റ് സോൾവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ ഒബ്സർവ് ചെയ്യുന്നത്, ഈ റെസിസ്റ്റൻസും ഈ ഇൻഡക്ടറും they are connected in series അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം,
ഇതിന് രണ്ടിനെ ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സർക്യൂട്ട് ഒന്നും കൂടി റീഡ്രോ ചെയ്യാം. സി ഇവിടെ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസോ ഒരു ഇൻഡക്ടറോ അല്ലേ, അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡൗട്ട് വരും. നമുക്കറിയാം സീരീസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ആർ പ്ലസ് എൽ എസ് എന്ന് വരും അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടേയും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പെട്ടി പോലെ വെച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്ടൻസ്. സോ നമുക്കറിയാം സീരീസ് ആയതുകൊണ്ട് ഇവിടെ ഈ രണ്ട് സംഭവങ്ങൾ എന്താണ്? സീരീസ് ആണ്. സീരീസ് കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ആർ പ്ലസ് എൽ എസ്. ഓക്കെ, ഇത് 1/CS തന്നെ. ഓക്കെ, ഇനി ഓക്കെ അത്രയും നമുക്ക് പിടികിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നൗ വി ഒബ്സർവ് ദാറ്റ് ഈ 1/CS ഈ ഒരു ആർ പ്ലസ് എൽ എസും പാരലൽ ഇസ്ന്റ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം പാരലൽ എന്ന് തരുവാണെങ്കിലുള്ള ഫോർമുല എന്താ? പാരലൽ കോമ്പിനേഷനിലാണ് നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ചെയ്താൽ പോരെ. ആ സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഉപയോഗിക്കുക. ഇവിടെ ഇതിന് R1 ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിന് R2 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി 1/CS into R plus LS the whole divided by 1/CS plus R plus LS. ഇനി ഇത് ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താം. സോ R plus LS ഡിവൈഡഡ് ബൈ ഇതിനെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/CS into R plus LS the whole divided by CS. ഇങ്ങനെ എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ക്യാൻസൽ ചെയ്യുക. സോ ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും? R പ്ലസ് എൽ എസ് അപ്പോൺ 1 പ്ലസ് ഉള്ളിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ CSR പ്ലസ് CS²L അല്ലെങ്കിൽ S² ആദ്യം എഴുതുക, S²LC. ഓക്കെ, ഇങ്ങനെ കിട്ടത്തില്ലേ? ഓർഡറിൽ എടുത്ത് എഴുതുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് R പ്ലസ് എൽ എസ് അപ്പോൺ S²LC പ്ലസ് CSR പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു പരിപാടി വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ലീവ് ചെയ്താലും ഓക്കെ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ ഈ ന്യൂമറേറ്ററിൽ നിന്ന് എല്ല് കോമൺ എടുക്കുക. ഓക്കെ, നമ്മൾ എല്ല് കോമൺ എടുത്തു. സോ ഇവിടെ നോക്കിക്കേ, ഇത് SI പ്ലസ് ഇവിടെ R ഉണ്ട്, ആറിന്റെ കൂടെ എല്ലില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എന്നാലല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ദി ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? എല്ലും സിയും എടുക്കാം അല്ലേ. ഞാൻ എല്ല് എടുത്തു, സി എടുത്തു. അപ്പൊ ഇവിടെ S² മാത്രം, നമ്മള് സി പുറത്തില്ലേ. സോ ഇവിടെ ഇല്ലാത്ത ടേം ഡിവൈഡ് ചെയ്യുക ബൈ എൽ പ്ലസ് 1/LC. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടി. ചെയ്യാം, ഈ എല്ലും ക്യാൻസൽ ആയി. സോ വാട്ട് ആർ യു ലെഫ്റ്റ് വിത്ത്? സോ നമുക്ക് ഫൈനലി S പ്ലസ് R/L ദി ഹോൾ ഡിവൈഡഡ് ബൈ C ഇൻറ്റു S² പ്ലസ് SR/L പ്ലസ് 1/LC. ഓക്കെ, ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.